ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ക്രാഫ്റ്റ് വേൾഡ് ടി ഡി. ഈ ചാനലിൽ നമ്മളൊരു 100 ഡേയ്സ് എംബ്രോയ്ഡറി ചാലഞ്ചാണ് ചെയ്യുന്നത്. ഈ ചാനൽ മെയിനായിട്ടും പ്രാക്ടീസിങ്ങിന് വേണ്ടിയിട്ടും എംബ്രോയ്ഡറി പഠിക്കുന്നവർക്കും വേണ്ടിയിട്ടാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ആങ്കറിൻ്റെ ത്രെഡാണ്. കാരണം എൻ്റെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ആങ്കറിൻ്റെ ത്രെഡാണ്. ഇതിനു വേണ്ടി ഞാൻ 4 കളറുകളാണ് ചൂസ് ചെയ്യുന്നത്. ഫ്ലോറൽ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ സ്റ്റെമ്മിനും ലീഫിനും പിന്നെ നമ്മുടെ ഫ്ലവറിനും കൊടുക്കാനുള്ള 4 ഡിഫറെൻറ്റ് ഷെയ്ഡ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിനു വേണ്ടി ആങ്കർ ത്രെഡ് വെറുതെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് നോർമലായിട്ടുള്ള റേറ്റ് കുറഞ്ഞിട്ടുള്ളത് മേടിച്ചാലും മതി. കാരണം പ്രാക്ടീസ് ചെയ്യാൻ അതായിരിക്കും ഏറ്റവും സൂറ്റബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് ഞാനിതിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ റേറ്റ് കുറഞ്ഞിട്ടുള്ള എംബ്രോയ്ഡറി ത്രെഡ് യൂസ് ചെയ്യുക. ഇതിൽ മെയിനായിട്ടും ചെയ്യാൻ പോകുന്ന സ്റ്റിച്ചുകൾ ബാക്ക് സ്റ്റിച്ചും ഫ്രഞ്ച് നോട്ടും ലേസി ഡേയ്സിയും പിന്നെ ബുള്ളി നോട്ടുമാണ്. ഏറ്റവും സിമ്പിളും ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതുമായ സ്റ്റിച്ചുകളാണെങ്കിലും മിസ്റ്റേക്കുകൾ കൂടുതൽ വരാൻ സാധ്യതയുള്ള 4 സ്റ്റിച്ചുകളാണ് ഇത്. ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ നമ്മൾ അത് എത്രത്തോളം സൈസ് വേണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അതിൽ ഒരു നീറ്റ്നെസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ പരമാവധി ബാക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് തന്നെ സ്റ്റിച്ച് ഇട്ട് പോകാൻ ശ്രദ്ധിക്കുക. കാരണം അങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക. കെട്ടുകളൊക്കെ വീഴാൻ ചാൻസും കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഭയങ്കര കൺഫ്യൂസ്ഡ് ആവാതെ അതെന്താ ചെയ്യേണ്ടതെന്ന് നോക്കി നന്നായിട്ട് തന്നെ ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റെമ്മിനൊക്കെ കൊടുക്കുന്ന ടൈമിൽ ചെയിൻ സ്റ്റിച്ച് പോലുള്ള സ്റ്റിച്ചുകൾ കൊടുക്കുമ്പോൾ കുറച്ച് മിനിമലായിട്ട് നമുക്ക് തോന്നാനും കുറച്ച് ഭംഗി കൂടുതൽ കിട്ടാനും ചാൻസ് കൂടുതലാണ്. എന്നാൽ ചില സിറ്റുവേഷൻസിൽ ചെയിൻ സ്റ്റിച്ച് അതിൻ്റേതായ ഭംഗി നൽകാറുണ്ട്. ബാക്ക് സ്റ്റിച്ച് ആകുമ്പം അത് വളരെ മിനിമലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ത്രെഡ് യൂസ് ചെയ്യുന്ന ടൈമിൽ ഞാൻ കൂടുതലും സ്റ്റെമ്മുകൾക്കും അതുപോലുള്ള ചെറിയ ലൈൻസിനും പ്രിഫർ ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ചാണ്. കാരണം ബാക്ക് സ്റ്റിച്ചിന് അതിൻ്റേതായ ഒരു ഭംഗി അത് തരുന്നുണ്ട്. കാര്യം സിമ്പിളാണെങ്കിലും നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്തില്ലെങ്കിൽ ഏത് സ്റ്റിച്ചാണെങ്കിലും മോശമാകാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ചെയിൻ സ്റ്റിച്ചിന് അതിൻ്റേതായ ഭംഗിയുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ടും ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് നോട്ടാണ്. ഫ്രഞ്ച് നോട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. കാരണം മിക്ക കാര്യങ്ങളിലും നമ്മൾ ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്യാറുണ്ട്. ഫ്രഞ്ച് നോട്ട് യൂസ് ചെയ്യാറുണ്ട്. ഫ്രഞ്ച് നോട്ട് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ റൊട്ടേഷൻസിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. റൊട്ടേഷനിൽ ചേഞ്ച് വരുമ്പോൾ അതിൻ്റേതായ വ്യത്യാസം വരും. അതുപോലെ തന്നെ നമ്മൾ ത്രെഡ് ഉള്ളിലേക്ക് വലിക്കുമ്പോൾ ശ്രദ്ധിച്ച് വലിച്ചില്ല എങ്കിൽ അതിലും മിസ്റ്റേക്സ് വരാൻ ചാൻസ് കൂടുതലാണ്. നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റിച്ചാണെങ്കിലും അതിൽ മിസ്റ്റേക്സ് വരാൻ ചാൻസ് കൂടുതലുള്ള ഒരു കാര്യമാണ് ഫ്രഞ്ച് നോട്ട്. നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ പല സൈസിലായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നമ്മളത് നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്തില്ല എങ്കിൽ വൃത്തികേടാകാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഫ്രഞ്ച് നോട്ട് പ്രാക്ടീസ് ചെയ്ത് മാത്രമേ നമുക്ക് ശരിയാക്കാൻ പറ്റുകയുള്ളൂ. ഇതിൽ തന്നെ ഞാൻ പ്രാക്ടീസിങ് സെക്ഷനിൽ ആദ്യത്തെ 2-3 ചെയ്ത ടൈമിൽ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടായി. അതുപോലെ തന്നെ നമ്മൾ ഇത് ഉള്ളിലേക്ക് വലിക്കുന്ന ടൈമിൽ അത് താഴേക്ക് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഫാബ്രിക്സിന് ഡാമേജ് വരാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളിത് വലിക്കുന്ന ടൈമിൽ നമ്മൾ കറക്റ്റായിട്ടാണ് സ്റ്റിച്ച് എടുത്തിരിക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് വരുന്ന മിസ്റ്റേക്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നാലേ നിങ്ങൾക്കും എന്ത് മിസ്റ്റേക്സാണ് വരുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ഇങ്ങനത്തെ മിസ്റ്റേക്സ് നിങ്ങൾക്കും വരാറുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളെന്താ ചെയ്യുന്നതെന്നുള്ളതും കൂടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ സൈസിൽ വരുന്ന വേരിയേഷൻസ്. നമ്മൾ ഒരു ഡിസൈനിൽ പല സൈസുകളിൽ റൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് പല സൈസിലാവും എന്നുള്ളത് ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നമ്മളത് നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. വെപ്രാളം പിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ത്രെഡിൽ ഡാമേജ് വരാനും ഫാബ്രിക്കിൽ ഡാമേജ് വരാനും ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് കൂടുതൽ പ്രാക്ടീസിങ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് മിസ്റ്റേക്സ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രാക്ടീസിങ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് കുറച്ച് ഡിസൈൻസ് അവൈലബിൾ ആണെങ്കിൽ പെട്ടെന്നൊരു വർക്ക് വരികയും കസ്റ്റമറിന് റെഫറൻസ് ഇല്ല എങ്കിൽ
നമ്മുടെ അടുത്തുള്ളത് നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാനും നല്ലതായിരിക്കും. ഇങ്ങനെയുള്ളൊരു സ്വാച്ച് ബുക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഇത് കാണിച്ചു കൊടുത്ത് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഡിസൈൻ ഇഷ്ടമായെങ്കിൽ ചെയ്ത് നോക്കാം എന്ന് പറയാനും, നമ്മുടെ കയ്യിൽ ഒരു സ്വാച്ച് ഉണ്ടെങ്കിൽ ഒരു ഫോട്ടോ എന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് നമ്മുടെ വർക്ക് കംഫർട്ടബിളായിട്ട് ചെയ്യാനും കസ്റ്റമേഴ്സിന് നമ്മുടെ അടുത്തൊരു ട്രസ്റ്റ് വരാനും കൂടുതൽ ചാൻസ് ഉണ്ട്. കാരണം മറ്റൊരാളുടെ വർക്ക് കാണിച്ചു കൊടുത്തിട്ട് ഇത് പോലെ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ആയില്ല എങ്കിൽ കസ്റ്റമേഴ്സിനെ ഇഷ്ടപ്പെടണമെന്നില്ല. ഇതാണെങ്കിൽ നമ്മൾ ചെയ്തു എന്നതിന് അവർക്കൊരു കോൺഫിഡൻസും ഉണ്ടാകും. നമ്മളുടെ ഇഷ്ടമായ ഒരു വർക്ക് നമുക്ക് ധൈര്യമായിട്ട് കസ്റ്റമേഴ്സിന് ചെയ്തു കൊടുക്കാനും സാധിക്കും. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടി, അല്ലെങ്കിൽ നമുക്കൊരു റെഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പലയിടങ്ങളിൽ കണ്ടതും അതുപോലെ തന്നെ ഞാൻ ചെയ്തതിൽ നിന്ന് എനിക്ക് കിട്ടിയ കുറച്ച് ഡിസൈൻസാണ് ഞാൻ പ്രാക്ടീസിങ് സെക്ഷനിൽ ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കും പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറെ ഒരു സ്റ്റിച്ചാണ് നമ്മുടെ ബുള്ളിയൻ നോട്ട്. ബുള്ളിയൻ നോട്ടിൽ ഒരുപാട് മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉണ്ട്. എൻ്റെ അടുത്ത് ഫ്രണ്ട്സും എനിക്കറിയാവുന്ന കുറച്ച് ആളുകളും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുള്ളിയൻ നോട്ട് ചെയ്യുന്ന ടൈമിൽ മിസ്റ്റേക്സ് ഒരുപാട് വരാറുണ്ടെന്ന്. കാരണം ഇവിടെയും റൊട്ടേഷന് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ബുള്ളിയൻ നോട്ട് ചെയ്യുന്ന ടൈമിൽ എടുക്കുന്ന റൊട്ടേഷൻസ് കറക്റ്റ് അല്ല എങ്കിൽ അതിൽ വൃത്തികേടാവാൻ ഒരുപാട് ചാൻസ് കൂടുതലാണ്. കൂടിപ്പോയാൽ വളരെയധികം കൺജസ്റ്റഡായിട്ട് നിൽക്കാനും അതുപോലെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടും അരോചകമായി നമുക്ക് ഫീൽ ചെയ്യാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പരമാവധി നമ്മുടെ ഡിസൈൻ്റെ സൈസ് അനുസരിച്ച് റൊട്ടേഷൻ പരമാവധി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിൽ മിസ്റ്റേക്ക് വന്നാലും വളരെ വൃത്തികേടായിരിക്കും. അപ്പോൾ ബുള്ളിയൻ നോട്ട് ചെയ്യുന്ന ടൈമിൽ നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ കുറച്ചധികം മിസ്റ്റേക്സ് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടൈം റെക്കോർഡ് ചെയ്യുന്നതിൻ്റെതായ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുകയാണ്. നമുക്കിതിൻ്റെ ഫൈനൽ ഔട്ട്കം ഒന്ന് നോക്കിയാലോ. ഇതാണ് നമ്മുടെ ഫൈനലായിട്ട് വന്നിട്ടുള്ള ഔട്ട്കം. വളരെ മനോഹരമായ ഒരു ഡിസൈനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എംബ്രോയ്ഡറി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് നിങ്ങൾ ചെറിയ സപ്പോർട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡിസൈൻസ് ഇനിയും ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.